السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على جميع الأنبياء والمرسلين وآل كل والصحابة وملائكتك الكرام أجمعين. أما بعد. ഉള്ളാൾ ഉറൂസിന് സ്റ്റാർ മ്യൂസിക്സിന്റെ ഉപഹാരം. ഉള്ളാൾ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര കഥാപ്രസംഗം മദനി കറാമത്ത്. രചന ഉസ്താദ് അബൂബക്കർ കുട്ടിമാട്ടത്ത്. അവതരണം ഷഫീർ. പിന്നണിയിൽ റാഫി, നിസാമുദ്ദീൻ, റാഷിദ്. ചൊരിയുന്ന നാഥന്റെ അപാരമാം റഹ്മത്ത് വിടരുന്നു മണ്ണിൽ, ശാന്തി തൻ മലർമൊട്ട് ഉള്ളാളം ദർഗ ശരീഫിൽ വാഴും മണിമുത്ത് സയ്യിദ് മദനി കൽബിന്റെ സീനത്ത്. ചൊരിയുന്ന നാഥന്റെ അപാരമാം റഹ്മത്ത് വിടരുന്നു മണ്ണിൽ, ശാന്തി തൻ മലർമൊട്ട് ഉള്ളാളം ദർഗ ശരീഫിൽ വാഴും മണിമുത്ത് സയ്യിദ് മദനി കൽബിന്റെ സീനത്ത്. ഉദിച്ച് കാണുന്നിതാ ഇസിന്റെ പൂവിതൾ, വിളിച്ച് തേടുന്നിതാ ആയിരം കൽബുകൾ. ഉദിച്ച് കാണുന്നിതാ ഇസിന്റെ പൂവിതൾ, വിളിച്ചു തേടുന്നിതാ ആയിരം കൽബുകൾ. ഉള്ളിലൊരു പടി ആശകളോടെ ജനങ്ങൾ വന്നെത്തി, ഇഷ്ടപ്പൂവിനെ കണ്ട് റജി ആകുന്നത് റാഹത്തിൽ. ഉള്ളിലൊരു പടി ആശകളോടെ ജനങ്ങൾ വന്നെത്തി, ഇഷ്ടപ്പൂവിനെ കണ്ട് റജി ആകുന്നത് റാഹത്തിൽ. ചൊരിയുന്ന നാഥന്റെ അപാരമാം റഹ്മത്ത് വിടരുന്നു മണ്ണിൽ, ശാന്തി തൻ മലർമൊട്ട് ഉള്ളാളം ദർഗ ശരീഫിൽ വാഴും മണിമുത്ത് സയ്യിദ് മദനി കൽബിന്റെ സീനത്ത്. പ്രിയരെ, ഈ കഥയൊന്ന് ശ്രവിക്കുമല്ലോ. ഉള്ളാളം ദർഗാ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രത്തിലെ ഒരല്പഭാഗം ഇതാ. നന്മ പെയ്യും ഇടമാണ്, നമ്മിലെന്നും ഗുണമാണ്, ശുഹ്ർ പൊങ്ങും ഉള്ളാള മക്ബറ മക്ബറ. നന്മ പെയ്യും ഇടമാണ്, നമ്മിലെന്നും ഗുണമാണ്, ശുഹ്ർ പൊങ്ങും ഉള്ളാള മക്ബറ മക്ബറ. നന്മ പെയ്യും ഇടമാണ്, നമ്മിലെന്നും ഗുണമാണ്, ശുഹ്ർ പൊങ്ങും ഉള്ളാള മക്ബറ മക്ബറ. സ്നേഹിച്ച് സ്നേഹിച്ച് ശരഫേറും ദീനിനെ പോറ്റി വളർത്തി
എന്നുമെന്നും ഷൗക്കാണ് കൽബിനുള്ള ഫർഹാണ് കണ്ണിനെന്നും കുളിരാണ് മക്ബറ മക്ബറ നന്മ പെയ്യും ഇടമാണ് നമ്മിലെന്നും ഗുണമാണ് ശുഹർ പൊങ്ങും ഉള്ളാളം മക്ബറ മക്ബറ നന്മ പെയ്യും ഇടമാണ് നമ്മിലെന്നും ഗുണമാണ് ശുഹർ പൊങ്ങും ഉള്ളാളം മക്ബറ മക്ബറ നമ്മുടെ കഥാപുരുഷനായ ഉള്ളാളം മുഹമ്മദ് ഷരീഫുൽ മദനി റളിയല്ലാഹു അൻഹു ജനിച്ചതും വളർന്നതും പരിശുദ്ധ മദീനയിലാണ്. ഇതുകൊണ്ടാണ് മദനി എന്ന് പേര് ലഭിക്കാൻ കാരണം. മക്ക മുശ്രിക്കുകളുടെ മർദ്ദനം താങ്ങാനാവാതെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയം തേടിയ നാടാണ് മദീന. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മദീനക്കാരായ അൻസാറുകൾ ഹൃദ്യമായ വരവേൽപ്പാണ് അന്ന് നൽകിയത്. അകതാരിലാശയായി വിടരുന്ന മല്ലികേ മദനികളിന്നിതാ വരവേൽപ്പ് നൽകുവാൻ അകതാരിലാശയായി വിടരുന്ന മല്ലികേ മദനികളിന്നിതാ വരവേൽപ്പ് നൽകുവാൻ കരളിന്റെ തേങ്ങൽ ഇനി വേണ്ട പൊന്നേ മദീനയിലാകെ കുളിർത്തന്നലായോ അകതാരിലാശയായി വിടരുന്ന മല്ലികേ മദനികളിന്നിതാ വരവേൽപ്പ് നൽകുവാൻ മൊഞ്ചേറും പൂവിൻ്റെ തങ്കമുഖം കണ്ട് പാടുന്നതാ മർഹബാ സന്തോഷമേകുന്ന സൗരഭ്യസൂനത്തിൽ എന്നും പുകൾ പാടിടാം ആനന്ദമാണ് പൊന്നേ ആഘോഷമാകും ഇന്നേ അഹദിന്റെ ദൂതരിന്ന് വന്നണഞ്ഞു പോയി ആനന്ദമാണ് പൊന്നേ ആഘോഷമാകും ഇന്നേ അഹദിന്റെ ദൂതരിന്ന് വന്നണഞ്ഞു പോയി വന്നണഞ്ഞു പോയി അകതാരിലാശയായി വിടരുന്ന മല്ലികേ മദനികളിന്നിതാ വരവേൽപ്പ് നൽകുവാൻ കരളിന്റെ തേങ്ങൽ ഇനി വേണ്ട പൊന്നേ മദീനയിലാകെ കുളിർത്തന്നലായോ അകതാരിലാശയായി വിടരുന്ന മല്ലികേ മദനികളിന്നിതാ വരവേൽപ്പ് നൽകുവാൻ. അതെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാടും വീടും വിട്ട് പാലായനം ചെയ്തപ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചവരാണ് മദീന നിവാസികൾ. നിർമ്മല മനസ്കരായ ആ അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാവിധ സംരക്ഷണവും നൽകി. ആ അൻസാറുകളുടെ പരമ്പരയിൽ നിന്നാണ്
ബഹുമാനപ്പെട്ട ഉള്ളാളം സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി റളിയല്ലാഹു അൻഹു പിറവിയെടുക്കുന്നത്. ശരഫെഴും നാടാകെ പൂമണം പരന്നില്ലേ, ആയിരമായിരം ഹംദുകൾ റബ്ബിനായി. ശരഫെഴും നാടാകെ പൂമണം പരന്നില്ലേ, ആയിരമായിരം ഹംദുകൾ റബ്ബിനായി. പലവുരു കണ്ടാലും കൊതി തീരില്ല മുഖം, പലവുരു കണ്ടാലും കൊതി തീരില്ല മുഖം. എന്നും എന്നോർമ്മയില്ലെങ്കിലും ബദറേ, എന്നും എന്നോർമ്മയാണ്. ശരഫെഴും നാടാകെ പൂമണം പരന്നില്ലേ, ആയിരമായിരം ഹംദുകൾ റബ്ബിനായി. ഒഴിക്കുവാനാവില്ല മറക്കാനുമാവില്ല കൺമണിയെ എൻ്റെ ജീവിതത്തിൽ. പിരിശം കൂടിയ നാൾ തൊട്ടെൻ്റെ കരളിൽ എങ്കുന്നു പൂമതി പോൽ. ഒഴിക്കുവാനാവില്ല മറക്കാനുമാവില്ല കൺമണിയെ എൻ്റെ ജീവിതത്തിൽ. പിരിശം കൂടിയ നാൾ തൊട്ടെൻ്റെ കരളിൽ എങ്കുന്നു പൂമതി പോൽ. പൂവേ പൊരുളേ എൻ സയ്യിദരേ, കാണാൻ മോഹം ഇന്നേറുകയായി. ശരഫെഴും നാടാകെ പൂമണം പരന്നില്ലേ, ആയിരമായിരം ഹംദുകൾ റബ്ബിനായി. പലവുരു കണ്ടാലും കൊതി തീരില്ല മുഖം, പലവുരു കണ്ടാലും കൊതി തീരില്ല മുഖം. എന്നും എന്നോർമ്മയില്ലെങ്കിലും ബദറേ, എന്നും എന്നോർമ്മയാണ്. ശരഫെഴും നാടാകെ പൂമണം പരന്നില്ലേ, ആയിരമായിരം ഹംദുകൾ റബ്ബിനായി. അതെ, അള്ളാഹുവിന്റെ ആരിഫുകളിൽ അത്യുന്നത സ്ഥാനം കൈവരിച്ച മഹാനവറുകൾ ഒരു ദിവസം അറേബ്യയിലെ കടൽത്തീരത്തെ കഥ നടന്നു നീങ്ങുന്നു. എന്തിനായിരുന്നു അത്? അത് മറ്റൊന്നിനുമായിരുന്നില്ല. അറേബ്യയിൽ നിന്ന് ആയിരം കിലോമീറ്ററുകൾ ദൂരെ കിടക്കുന്ന, അതെ, നമ്മുടെ കൊച്ചു കേരളത്തിന്റെ വടക്കേ അറ്റത്ത് മംഗലാപുരത്ത് എത്തിച്ചേരാനായിരുന്നു ഉദ്ദേശം. പക്ഷേ അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് ആ അനന്തമായ സാഗരതീരത്ത് കപ്പലോ മറ്റോ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം മംഗലാപുരത്തെത്തിയത്? അതൊരത്ഭുതം നിറഞ്ഞ യാത്രയായിരുന്നു. ആഴക്കടലിന്റെ മേലെയവരന്ന് അജബിൽ മുസല്ലയും വിരിച്ചു കൊണ്ട് അതിന്മേലിരുന്നതാ വരുന്നു അതിശയം കണ്ട് ജനങ്ങളും തരിച്ചു നിന്നേ. ആഴക്കടലിന്റെ മേലെയവരന്ന് അജബിൽ മുസല്ലയും വിരിച്ചു കൊണ്ട് അതിന്മേലിരുന്നതാ വരുന്നു അതിശയം കണ്ട് ജനങ്ങളും തരിച്ചു നിന്നേ. 400 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ മംഗലാപുരത്ത് വന്നിറങ്ങുന്നത്. മഹാനായ മാലിക് ബിൻ ദീനാറും അനുയായികളും മുഖേന മംഗലാപുരത്ത് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം കണ്ടിരുന്നെങ്കിലും അവരുടെ കാലശേഷം വീണ്ടും അജ്ഞതയുടെ ഇരുളിലേക്ക് മംഗലാപുരവും പരിസര പ്രദേശങ്ങളും കൂപ്പുകുത്തുന്ന സമയത്താണ് അള്ളാഹുവിന്റെ മുൻവിധി അനുസരിച്ച് മഹാനായ സയ്യിദ് മദനി തങ്ങൾ മംഗലാപുരത്ത് എത്തുന്നത്. അന്ന് ആരും അദ്ദേഹത്തെ സ്വീകരിക്കാനില്ല. എന്തിന് വന്നെന്ന് പോലും ആരും ചോദിക്കുന്നുമില്ല. ആരുടെ ഭാഗത്തു നിന്നൊരു സഹായവും ലഭിക്കുന്നില്ല.
എങ്കിലും മഹാനവറുകളുടെ മനസ്സിൽ ഒരു സദുദ്ദേശമുണ്ട്. അറിവുകേടിന്റെ കരാള ഹസ്തങ്ങളിൽ കിടന്ന് സത്യത്തിന്റെ വഴി അറിയാതെ നട്ടം തിരിയുന്ന ജനസമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കുക. അതെ, മഹാനവറുകൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. ശാന്ത സ്വഭാവിയും സൗമ്യശീലനുമായ സയ്യിദ് അവറുകളുടെ സാരോപദേശങ്ങൾ ജനം ശ്രദ്ധിക്കാൻ തുടങ്ങി. കേട്ട് ജനം വട്ടം കൂടി അദശൗക്ക് നീട്ടി അതിർപ്പത്തിലേ നാട്ടിലാട്ടും ബാത്തിൽ തട്ടി മാറ്റി നസിഹത്ത് ചാറ്റി പിരിശത്തിലേ കണ്ടുപോവിൻ മൊഴി കൊണ്ട് നേടി നല്ല ചിന്ത കൂടി ഹൃദയത്തിലേ അസിറാത്തുൽ മുസ്തഖീമടുത്ത് നന്മകൾ കൊരുത്ത് ജീവിതത്തിലേ ഹക്ക് കേട്ട് ജനം വട്ടം കൂടി അദശൗക്ക് നീട്ടി അതിർപ്പത്തിലേ നാട്ടിലാട്ടും ബാത്തിൽ തട്ടി മാറ്റി നസിഹത്ത് ചാറ്റി പിരിശത്തിലേ കണ്ട് പോവിൻ മൊഴി കൊണ്ട് നേടി നല്ല ചിന്ത കൂടി ഹൃദയത്തിലേ അസിറാത്തുൽ മുസ്തഖീമെടുത്ത് നന്മകൾ കൊരുത്ത് ജീവിതത്തിലേ കള്ളും കൊലവിളിയും തമ്മിൽ തല്ലും മുറവിളിയും ഒന്നും ഇല്ല അത്തരമേ നാട്ടിലെല്ലാം സുന്ദരമേ വീട്ടിൽ സ്വൈര്യം ശാശ്വതമേ സുഖസ്ഥിതി വന്നണഞ്ഞു ഹരമേ കള്ളും കൊലവിളിയും തമ്മിൽ തല്ലും മുറവിളിയും ഒന്നും ഇല്ല അത്തരമേ നാട്ടിൽ എല്ലാം സുന്ദരമേ വീട്ടിൽ സ്വൈര്യം ശാശ്വതമേ സുഖസ്ഥിതി വന്നണഞ്ഞു ഹരമേ ഏരിന സീഹത്തിൽ പല രൂപത്തിൽ മനമേടുത്തം കൊതി കൊടുത്തം കൊതി പീടുത്ത മാലെടുത്തിടയും ഏരിന സീഹത്തിൽ പല രൂപത്തിൽ മനമേടുത്തം കൊതി കൊടുത്തം കൊതി പീടുത്ത മാലെടുത്തിടയും ജഗൽ ഗുരു മുത്ത് നബി മൊഴിക്കൊത്ത് അവർ നസീഹത്തെ അവിടം ചൊരിത്ത് ജഗൽ ഗുരു മുത്ത് നബി മൊഴിക്കൊത്ത് അവർ നസീഹത്തെ അവിടം ചൊരിത്ത് ജനങ്ങളെല്ലാം പിരിശമുള്ള ഫേലും കൗലതുമായി മുഹബത്ത് പെരുത്ത് സയ്യിദരിൽ ഹക്ക് കേട്ട് ജനം വട്ടം കൂടി അദശൗക്ക് നീട്ടി അതിർപ്പത്തിലേ നാട്ടിലാട്ടും ബദിൽ തട്ടി മാറ്റി നസിഹത്ത് ചാറ്റി പിരിശത്തിലേ കണ്ട് പൂവിൻ മൊഴി കൊണ്ട് നേടി നല്ല ചിന്ത കൂടി ഹൃദയത്തിലേ അസിറാത്തുൽ മുസ്തഖീമെടുത്ത് നന്മകൾ കൊരുത്ത് ജീവിതത്തിലേ ഹക്ക് കേട്ട് ജനം വട്ടം കൂടി അദശൗക്ക് നീട്ടി അതിർപ്പത്തിലേ നാട്ടിലാട്ടും ബദിൽ തട്ടി മാറ്റി നസിഹത്ത് ചാറ്റി പിരിശത്തിലേ അതെ, മംഗലാപുരത്തിന്റെ മണ്ണിൽ സന്തോഷം കളിയാടി സ്നേഹമൂറുന്ന മധുമൊഴികൾ കൊണ്ട് മഹാനവറുകൾ മംഗലാപുരത്തുകാരെയും പരിസര പ്രദേശങ്ങളെയും പരിശുദ്ധ ദീനിന്റെ പാതയിലേക്ക് നയിച്ചു. നാട്ടിൽ സ്നേഹവും സൗഹാർദ്ദവും കളിയാടി. പക്ഷേ മഹാനവറുകൾ അധികകാലം മംഗലാപുരത്ത് നിൽക്കാതെ അവിടെ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള ചോട്ടാമാങ്കുളർ എന്ന പ്രകൃതി രമണീയമായ ഉള്ളാളത്തേകത പോകുന്നു. പുഴയോരം പിന്നെ തിര തല്ലി മറിയുന്ന കടൽ
ആരും അറിയപ്പെടാത്ത ഉള്ളാൾ എന്ന ആ കൊച്ചു ഗ്രാമം ഇന്ന് ലോക പ്രശസ്തമാണ്. മഹാനായ മുഹമ്മദ് ഷരീഫുൽ മദനി റളിയല്ലാഹു അൻഹുവിന്റെ പൂമേന് പുൽകുവാൻ സൗഭാഗ്യം സിദ്ധിച്ച ആ നാടും ആ നാട്ടുകാരും അനുദിനം പുരോഗതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനവറുകൾ ഉള്ളാളത്ത് ചെല്ലുന്ന കാലത്ത് ആ നാടിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ദീനീ പ്രഭയുടെ ഒരു കണിക പോലും അവിടെ കണ്ടില്ല. ജനങ്ങൾ എല്ലാ നിലക്കും മതപ്പതിച്ച ഒരു സമയത്താണ് സെയ്ദ് അവറുകൾ അവിടെ കാലൂന്നിയത്. അതോടെ ഉള്ളാളത്തിന്റെ മുഖഛായ മാറാൻ തുടങ്ങി. ഉള്ളാളത്ത് പാറുന്ന പൂങ്കുയിലേ അരികത്ത് നീയൊന്ന് വന്നാട്ടെ, സയ്യിദ് മദനി തങ്ങളുടെ അജബേറും കിസ്സ പറഞ്ഞാട്ടെ. ഉള്ളാളത്ത് പാറുന്ന പൂങ്കുയിലേ അരികത്ത് നീയൊന്ന് വന്നാട്ടെ, സയ്യിദ് മദനി തങ്ങളുടെ അജബേറും കിസ്സ പറഞ്ഞാട്ടെ. മദീനത്തൊരാനന്ദ പൂമലരായി നറുമണം ചൊരിഞ്ഞന്ന് വിടർന്നിരുന്നു. ആനന്ദത്തോടെ വിരിഞ്ഞ നേരം ആഹ്ലാദം കൽബിലണഞ്ഞിരുന്നു. മദീനത്തൊരാനന്ദ പൂമലരായി നറുമണം ചൊരിഞ്ഞന്ന് വിടർന്നിരുന്നു. ആനന്ദത്തോടെ വിരിഞ്ഞ നേരം ആഹ്ലാദം കൽബിലണഞ്ഞിരുന്നു. ഉള്ളാളത്ത് പാറുന്ന പൂങ്കുയിലേ അരികത്ത് നീയൊന്ന് വന്നാട്ടെ, സയ്യിദ് മദനി തങ്ങളുടെ അജബേറും കിസ്സ പറഞ്ഞാട്ടെ. ഉള്ളാളത്ത് പാറുന്ന പൂങ്കുയിലേ അരികത്ത് നീയൊന്ന് വന്നാട്ടെ, സയ്യിദ് മദനി തങ്ങളുടെ അജബേറും കിസ്സ പറഞ്ഞാട്ടെ. അതെ, അജ്ഞതയുടെ മഞ്ഞു മൂടിക്കിടക്കുന്ന ഉള്ളാളത്ത് പ്രകാശരേഖ പതിച്ചപ്പോൾ സ്വൈരജീവിതം സംജാതമായി. മഹാനായ സയ്യിദ് അവർകൾ അവരെ സ്നേഹം കൊണ്ട് തലോടിയപ്പോൾ തിന്മയുടെ കാർമേഘങ്ങൾ ഉള്ളാളത്ത് നിന്ന് അപ്രത്യക്ഷമായി. ദിവസങ്ങൾ മുന്നോട്ട് പറന്നു. രാവും പകലും ഇബാദത്തിലും നസീഹത്തിലുമായി സമയം ചിലവഴിക്കുന്ന മഹാനവറുകളിൽ നിന്ന് കറാമത്തുകൾ ദർശിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരു അത്ഭുതമുണ്ടായി. ശൈഖ് തങ്ങൾ ഹൗലിൽ നിന്ന് അദബുലോഹ് ചെയ്യണ്, തഹയ്യുറോടെ വാനിലേക്ക് വെള്ളമേരെ കുടയണ്. പൂവേ പറയൂ ഇതിന്റെ അസ്റാറെന്ത്, വെള്ളം വീണവിടേക്ക് ഇതിനസ്റാറെന്താണ്, വെള്ളം എവിടേക്കാണ്. എന്ത് പൂവേ എന്ത് പൂവേ എന്ത് കഥയാണ് പൂവേ ചൊല്ലൂ. ശൈഖ് തങ്ങൾ ഹൗലിൽ നിന്ന് അദബുലൂഹ് ചെയ്യണ്, തഹയ്യുറോടെ വാനിലേക്ക് വെള്ളമേരെ കുടയണ്. ശൈഖ് തങ്ങൾ ഹൗലിൽ നിന്ന് അദബുലൂഹ് ചെയ്യണ്, തഹയ്യുറോടെ വാനിലേക്ക് വെള്ളമേരെ കുടയണ്. അതെ, മഹാനായ സയ്യിദ് അവർകൾ ആലിക്കുളം പള്ളിയിൽ വുദു ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം. വുദു ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് പരിഭ്രമത്തോടെ കയ്യിൽ വെള്ളമെടുത്ത് മേൽപോട്ട് എറിഞ്ഞത്. ഇത് പലവട്ടം ആവർത്തിച്ചു. ഇത് കണ്ടു നിൽക്കുന്ന ജനങ്ങൾ ആശ്ചര്യഭരിതരായി. എന്തു പുതുമയാണിത്? വുദുവിനിടയിൽ വെള്ളം മേൽപോട്ടെറിയുന്നു. എന്തൊരു വിചിത്രമാണിത്! ഏതായാലും മഹാനവറുകളുടെ വുദു എല്ലാം കഴിഞ്ഞ ശേഷം ആളുകൾ താഴ്മയോടെ ചെന്നുകൊണ്ട് വെള്ളം മേൽപോട്ടെറിഞ്ഞതിന്റെ രഹസ്യം ആരാഞ്ഞു. അപ്പോൾ ആ രഹസ്യം സയ്യിദ് അവർകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല ജനങ്ങളെ നിങ്ങളറിഞ്ഞില്ലേ, മക്ക
കേട്ടില്ലേ? തീയുടെ നാളം പൊങ്ങിയതിനാലേ വെള്ളം ഞാൻ വീഴ്ത്തിയണച്ചില്ലേ? അല്ല ജനങ്ങളെ നിങ്ങളറിഞ്ഞില്ലേ? മക്കത്ത് തീ പിടിച്ചില്ലേ? തീയുടെ നാളം പൊങ്ങിയതിനാലേ വെള്ളം ഞാൻ വീഴ്ത്തിയണച്ചില്ലേ? ആരുമാരും അറിയാതെ ഈ ചെയ്ത അജബിന്റെ അസ്റാറ് പുതുമയാൽ ജനം കേട്ടില്ലേ? ഹജ്ജ് ചെയ്ത് റജായ ഹാജിമാരെ മൊഴി കേട്ട് ആളുകൾ അതിശയ പുളകം കൊണ്ടില്ലേ? ആരുമാരും അറിയാതെ ഈ ചെയ്ത അജബിന്റെ അസ്റാറ് പുതുമയാൽ ജനം കേട്ടില്ലേ? ഹജ്ജ് ചെയ്ത് റജായ ഹാജിമാരെ മൊഴി കേട്ട് ആളുകൾ അതിശയ പുളകം കൊണ്ടില്ലേ? അല്ല ജനങ്ങളെ നിങ്ങളറിഞ്ഞില്ലേ? മക്കത്ത് തീ പിടിച്ചില്ലേ? തീയുടെ നാളം പൊങ്ങിയതിനാലേ വെള്ളം ഞാൻ വീഴ്ത്തിയണച്ചില്ലേ? അല്ല ജനങ്ങളെ നിങ്ങളറിഞ്ഞില്ലേ? മക്കത്ത് തീ പിടിച്ചില്ലേ? തീയുടെ നാളം പൊങ്ങിയതിനാലേ വെള്ളം ഞാൻ വീഴ്ത്തിയണച്ചില്ലേ? അതെ, സെയ്ദ് അവർകൾ വുളു ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആകാശത്തേക്ക് വെള്ളമെറിഞ്ഞതിന്റെ രഹസ്യം എന്താണെന്ന് ജനങ്ങൾ ആദരവോടെ ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, മക്കയിൽ ഹറം ഷെരീഫിന് തീ പിടിച്ചത് കണ്ട് ഞാൻ വെള്ളം എറിഞ്ഞ് തീയണച്ചതാണ്. ജനങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ ഉള്ളാളത്ത് നിന്ന് ഹജ്ജിന് പോയ ആളുകൾ തിരിച്ചു വന്നു. അവർ ആ യാഥാർത്ഥ്യം പറഞ്ഞു. ഹറം ഷെരീഫിന് തീ പിടിച്ചെന്നും ജനങ്ങൾ ഭയവിഹ്വലരായി പരക്കം പാഞ്ഞപ്പോൾ ഏതോ അദൃശ്യ ശക്തി പോലെ മേലെ നിന്ന് വെള്ളം വന്ന് വീഴുകയും തീ അണയുകയും ചെയ്തെന്ന് കേട്ടപ്പോൾ ജനങ്ങൾ കോരിത്തരിച്ചു. സെയ്ദ് അവറുകളോടുള്ള ബഹുമാനാദരവ് അവർക്ക് വർദ്ധിച്ചു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. മറ്റൊരത്ഭുതമിതാ. കരയിലുള്ള സഫീന തന്നിലന്ന് ജോലി ചെയ്യും നേരം ഓരോ പേഴ്സ് ബഹറിൽ വീണു കണ്ടില്ല. ആമിലിന് കിട്ടുവാനും മാർഗമൊന്നില്ല. ആമിലിന് കിട്ടുവാനും മാർഗമൊന്നില്ല. കരയിലുള്ള സഫീന തന്നിലന്ന് ജോലി ചെയ്യും നേരം ഓരോ പേഴ്സ് ബഹറിൽ വീണു കണ്ടില്ല. ആമിലിന് കേട്ടുവാനും മാർഗമൊന്നില്ല. ആമിലിന് കേട്ടുവാനും മാർഗമൊന്നില്ല. കരയിലുള്ള സഫീന തന്നിലന്ന് ജോലി ചെയ്യും നേരം ഓരോ പേഴ്സ് ബഹറിൽ വീണു കണ്ടില്ല. ആമിലിന് കിട്ടുവാനും മാർഗമൊന്നില്ല. ആമിലിന് കിട്ടുവാനും മാർഗമൊന്നില്ല. മംഗലാപുരം കപ്പൽ തുറമുഖത്ത് ഒരാൾ കപ്പലിൽ നിന്ന് ചരക്കിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്ന ഒരു വലിയ സംഖ്യയുള്ള പേഴ്സ് കടലിൽ വീണുപോയി. ആഴമുള്ള ആ കടലിലേക്ക്
നിസ്സഹായനായി നോക്കി നിൽക്കാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. ഇനി എന്തു ചെയ്യും? പണം എങ്ങനെ വീണ്ടെടുക്കാനാണ്? ജോലിക്കാരന്റെ പരിഭ്രമം കണ്ട് ആളുകൾ ചുറ്റും കൂടി. പല മുങ്ങൽ വിദഗ്ധരും വെള്ളത്തിൽ മുങ്ങി നോക്കി. ഒരു ഫലവും കണ്ടില്ല. പക്ഷെ ജോലിക്കാരൻ നിരാശനായില്ല. ഉള്ളാളം ഷെരീഫുൽ മദനി തങ്ങളുടെ കറാമത്തുകൾ കേട്ടറിഞ്ഞ അയാൾ ഉള്ളാളത്തേക്ക് ഓടി സെയ്ദവറുകളുടെ മുമ്പിൽ സങ്കടം ബോധിപ്പിച്ചു. അല്പനേരം അയാളുടെ മുഖത്തേക്ക് നോക്കിയ സെയ്ദവറുകൾ നാളെ വരാൻ പറഞ്ഞുകൊണ്ട് അയാളെ മടക്കി അയച്ചു. സെയ്ദവറുകൾ മടക്കി അയക്കുന്നതിൽ വല്ല രഹസ്യവും ഉണ്ടാകുമെന്ന് കരുതി അയാൾ അതാ മടങ്ങിപ്പോകുന്നു. മദനി തങ്ങൾ പറഞ്ഞ വാക്ക് ശ്രവിച്ച് കൊണ്ട് മടങ്ങി. മനസ്സിനുള്ളിൽ പ്രതീക്ഷയുടെ മണിനാദവും മുഴങ്ങി. മദനി തങ്ങൾ പറഞ്ഞ വാക്ക് ശ്രവിച്ച് കൊണ്ട് മടങ്ങി. മനസ്സിനുള്ളിൽ പ്രതീക്ഷയുടെ മണിനാദവും മുഴങ്ങി. ഉണർന്ന് നാളെ പുലരിയിലായി അണയും പൂവിനരികെ അജബിലന്റെ പണസഞ്ചിയും എനിക്ക് തരൂ തിരികെ. ഉണർന്ന് നാളെ പുലരിയിലായി അണയും പൂവിനരികെ അജബിലന്റെ പണസഞ്ചിയും എനിക്ക് തരൂ തിരികെ. മദനി തങ്ങൾ പറഞ്ഞ വാക്ക് ശ്രവിച്ച് കൊണ്ട് മടങ്ങി. മനസ്സിനുള്ളിൽ പ്രതീക്ഷയുടെ മണിനാദവും മുഴങ്ങി. മദനി തങ്ങൾ പറഞ്ഞ വാക്ക് ശ്രവിച്ച് കൊണ്ട് മടങ്ങി. മനസ്സിനുള്ളിൽ പ്രതീക്ഷയുടെ മണിനാദവും മുഴങ്ങി. ഒരു വലിയ സംഖ്യയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മദനിത്തങ്ങൾ നാളെ ചെല്ലാൻ പറഞ്ഞ ഒരു സമാധാനം മാത്രമാണുള്ളത്. സമയം രാത്രിയായി. അയാൾ കിടന്നു. പക്ഷെ ഉറക്കം കിട്ടുന്നില്ല. ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. അദ്ദേഹം തങ്ങൾ അവരുടെ അരികിലേക്കോടി. അത്ഭുതമെന്ന് പറയട്ടെ, തങ്ങൾ അവർ കിടക്കുന്ന തലയിണയുടെ അടിയിൽ നിന്നൊരു പണസഞ്ചി എടുത്തു ചോദിച്ചു, ഇതാണോ നിന്റെ പണസഞ്ചി? അതെ, ഇത് തന്നെയാണ്. ആ പണസഞ്ചിയിൽ നിന്ന് വെള്ളത്തുള്ളികൾ വീഴുന്നുണ്ടായിരുന്നു. അയാൾ പണക്കിഴി വാങ്ങി പണം പരിശോധിച്ചു. അതെ, ഒരു പൈസ പോലും ഏറെയോ കുറവോ ഇല്ല. ഇതെങ്ങനെ തങ്ങൾ അവർക്ക് കിട്ടി? അദ്ദേഹത്തിന്റെ കറാമത്ത് തന്നെ. നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടിയപ്പോൾ അയാളുടെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. അയാൾ അള്ളാഹുവിന് 1000 സ്തുതികൾ അർപ്പിക്കുകയാണ്. നിറയുന്നു കൽബകം ഹംദുകളിൽ, അത് വിടരുന്നു ആലിമിൻ നദരങ്ങളിൽ. ആനന്ദം പൂത്തുലഞ്ഞാടിടുന്നേ, അതിമോദത്തിൽ വീട്ടിലണഞ്ഞിടുന്നു. നിറയുന്നു കൽബകം ഹംദുകളിൽ, അത് വിടരുന്നു ആലിമിൻ നദരങ്ങളിൽ. ആനന്ദം പൂത്തുലഞ്ഞാടിടുന്നു, അതിമോദത്തിൽ വീട്ടിലണഞ്ഞിടുന്നു. പൂവിൻ കറാമത്ത് കണ്ട് ജനം, അവർക്കാദരവും കുളിരോടി മനം. പൂവിൻ കറാമത്ത് കണ്ടു ജനം, അവർക്കാദരവും കുളിരോടി മനം. നിറയുന്നു കൽബകം ഹംദുകളിൽ, അത് വിടരുന്നു ആമിലിൻ നദരങ്ങളിൽ. ആനന്ദം പൂത്തുലഞ്ഞാടിടുന്നു, അതിമോദത്തിൽ വീട്ടിലണഞ്ഞിടുന്നു. നിറയുന്നു കൽബകം ഹംദുകളിൽ, അത് വിടരുന്നു ആമിലിൻ നദരങ്ങളിൽ. ആനന്ദം പൂത്തുലഞ്ഞാടിടുന്നു, അതിമോദത്തിൽ വീട്ടിലണഞ്ഞിടുന്നു. സെയ്ദ് അവരുടെ താമസ സ്ഥലത്തിനടുത്ത് ചിലർ തങ്ങളുടെ ഇബാദത്ത് തടസ്സപ്പെടുത്തും വിധം ശബ്ദ കോലാഹലങ്ങളും മറ്റു ഉപദ്രവങ്ങളും തുടർന്നു.
സഹിക്കവയ്യാതെ തങ്ങൾ ചെന്നുകൊണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫലം കണ്ടില്ല. അവരുടെ പേക്കുത്തുകൾ വീണ്ടും തുടർന്നപ്പോൾ സെയ്ദ് അവർകൾ പറഞ്ഞു, ഇനിതിവിടെ വേണ്ട, അത് പറയേണ്ട താമസം. പറയുന്നു ഇനി വേണ്ട, അതിനാലന്നേ പലവിധ വിപത്തുകൾ അവൾക്ക് തന്നെ. ഇതിലെന്തോ അസ്റാറ് ഒളിഞ്ഞിട്ടുണ്ടേ, ആകമാകെ തഹയ്യൂറിൽ അവരും വിണ്ടേ. പറയുന്നു ഇനി വേണ്ട, അതിനാലന്നേ പലവിധ വിപത്തുകൾ അവർക്ക് വന്നേ. ഇതിലെന്തോ അസ്റാറ് ഒളിഞ്ഞിട്ടുണ്ടേ, ആകമാകെ തഹയ്യൂറിൽ അവരും വിണ്ടേ. വിണ്ടവരുടനടി അണയുന്നു സവിധം, കൊണ്ടവർക്കൊരു പടി അനർത്ഥങ്ങൾ ദുരിതം. കണ്ടതിൽ പറയുന്നു പൊറുത്തിടാൻ അബദ്ധം. വിണ്ടവരുടനടി അണയുന്നു സവിധം, കൊണ്ടവർക്കൊരു പടി അനർത്ഥങ്ങൾ ദുരിതം. കണ്ടതിൽ പറയുന്നു പൊറുത്തിടാൻ അബദ്ധം. അബദ്ധങ്ങൾ പിണഞ്ഞെന്ന് കരഞ്ഞും കൊണ്ടേ, ആതൃപ്പങ്ങൾ പറയുവാൻ ഇനിയുമുണ്ടേ. പറയുന്നു ഇനി വേണ്ട, അതിനാലന്നേ പലവിധ വിപത്തുകൾ അവർക്ക് വന്നേ. ഇതിലെന്തോ അസ്റാറ് ഒളിഞ്ഞിട്ടുണ്ടേ, ആകമാകെ തഹയ്യൂറിൽ അവരും വിണ്ടേ. ഉണ്ടവർക്കൊരു പടി ശുഹ്റത്ത് പെരുമാ, കണ്ടിത ജനമിന്നും അവരുടെ കറമാ. കൊണ്ടടി മുടി കരളകമിലും കുളിർമാ. ഉണ്ടവർക്കൊരു പടി ശുഹ്റത്ത് പെരുമാ, കണ്ടിത ജനമിന്നും അവരുടെ കറമാ. കൊണ്ടടി മുടി കരളകമിലും കുളിർമാ. കുളിർമ പൂങ്കാമറെന്നും തിളങ്ങിടുന്നേ, കാറാമത്തിനൊളിവുമായി നിറഞ്ഞു നിന്നേ. പറയുന്നു ഇനി വേണ്ട, അതിനാലന്നേ പലവിധ വിപത്തുകൾ അവർക്ക് വന്നേ. ഇതിലെന്തോ അസ്റാറ് ഒളിഞ്ഞിട്ടുണ്ടേ, ആകമാകെ തഹയ്യൂറിൽ അവരും വിണ്ടേ. സെയ്ദ് മദനി തങ്ങളുടെ പ്രസിദ്ധി നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഈ സമയത്താണ് ഉള്ളാളത്തിനടുത്ത പ്രദേശമായ കേളകം എന്ന സ്ഥലത്തു നിന്ന് സെയ്ദ് അവർക്ക് ഒരു വിവാഹാലോചന വരുന്നത്. വശ്യമായ ഇടപഴകലും സ്നേഹസമ്പുഷ്ടമായ സമീപനവും നീതിബോധവും ഒത്തിണങ്ങിയ സുമുഖനായ സെയ്ദ് അവർകളെ വധുവിന്റെ വീട്ടുകാർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വിവാഹം മംഗളമായി നടക്കുകയാണ്. ചന്ദ്രികയായി ലംഘുമനുപമ സുന്ദരിയാളുടെ കൽബിനകത്ത് സൽഗുണരിൽ ചേർന്നിടുവാനത മോഹമുദിക്കുന്നേ. സമതിന്റെ വേണ്ടുക പോൽ തസ്വീജില് രണ്ട് സുമങ്ങളും ഒന്നായി സ്നേഹത്തിന് നറുമണമേകി കൊണ്ടത വാഴുന്നേ. ചന്ദ്രികയായി ലംഘുമനുപമ സുന്ദരിയാളുടെ കൽബിനകത്ത് സൽഗുണരിൽ ചേർന്നിടുവാനത മോഹമുദിക്കുന്നേ. സമതിന്റെ വേണ്ടുക പോൽ തസ്വീജില് രണ്ട് സുമങ്ങളും ഒന്നായി സ്നേഹത്തിന് നറുമണമേകി കൊണ്ടത വാഴുന്നേ. സുന്ദരമായി ജീവിതമെന്ന സഫീനത്തിനെ ഈ പ്രപഞ്ചമിലോട്ടി സൽഗുണരാം
മാതൃക കാട്ടുന്നേ. സുന്ദരമായി ജീവിതമെന്ന സഫീനത്തിനെ ഈ പ്രപഞ്ചമിലോട്ടി സൽഗുണരാം ദമ്പതിമാരായി മാതൃക കാട്ടുന്നേ. ചന്ദ്രികയായി ലംഘും അനുപമ സുന്ദരിയാളുടെ കൽബിനകത്ത് സൽഗുണരിൽ ചേർന്നിടുവാനത മോഹമുദിക്കുന്നേ. സമതിന്റെ വേണ്ടുക പോൽ തസ്വീജിൽ രണ്ട് സുമങ്ങളും ഒന്നായി സ്നേഹത്തിന് നറുമണമേകി കൊണ്ടത വാഴുന്നേ. സയ്യിദ് മദനി തങ്ങളും സഹധർമ്മിണിയും സുഖദുഃഖങ്ങൾ പങ്കുവച്ച് മാതൃകാ ജീവിതം നയിച്ചു വരികയാണ്. കാലങ്ങൾ മുന്നോട്ട് പറന്നു. ആ ദാമ്പത്യ വല്ലരിയിൽ ശൂന്യങ്ങളൊന്നും വിരിഞ്ഞില്ല. എങ്കിലും പരസ്പര സ്നേഹത്തിന് കുറവോ ജീവിത നൈരാശ്യമോ ഒന്നും ഉണ്ടായില്ല. അവർ എങ്ങനെ നിരാശപ്പെടാനാണ്? എല്ലാം നിയന്ത്രിക്കുന്നതും നടത്തുന്നതും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് അടിയുറച്ച് വിശ്വസിച്ച ആ ദമ്പതിമാരിൽ നിന്ന് എങ്ങനെ അസ്വാരസ്യങ്ങൾ സംഭവിക്കാനാണ്? പട്ടിണിയുടെയും കഷ്ടപ്പാടിന്റെയും കഥകൾ മഹാനവറുകളുടെ ജീവിതത്തിൽ ഏറെ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം തങ്ങൾ അവരുടെ പ്രിയ സഖി ആദരപൂർവ്വം അടുത്തു ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്: കാണുമോ പ്രതീക്ഷ നമ്മിൽ പൂന്തിങ്കളേ, മാറുമോ പൈതാഹമീ മണ്ണിൽ നമ്മുടെ? കാണുമോ പ്രതീക്ഷ നമ്മിൽ പൂന്തിങ്കളേ, മാറുമോ പൈതാഹമീ മണ്ണിൽ നമ്മുടെ? ബീവിയാൾ വിഷമത്തിൽ അന്നത ചെന്ന് പറയുന്നു, വീടരിൽ സമാധാന വാക്കുകൾ അവര് കൊടുക്കുന്നു. മറയും ബീവി നിന്റെ വരുത്തം, അണയും എന്റെ ഖബറ് നിമിത്തം. ഉണ്ട് നിനക്ക് എന്റെ ഗുരുത്വം, അകതവനും നിന്നോട് പൊരുത്തം. കാണുമോ പ്രതീക്ഷ നമ്മിൽ പൂന്തിങ്കളേ, മാറുമോ പൈതാഹമീ മണ്ണിൽ നമ്മുടെ? കാണുമോ പ്രതീക്ഷ നമ്മിൽ പൂന്തിങ്കളേ, മാറുമോ പൈതാഹമീ മണ്ണിൽ നമ്മുടെ? നിത്യജീവിതത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന സയ്യിദ് അവരുടെ പ്രിയ പ്രേയസി ഒരിക്കൽ മഹാനവറുകളുടെ സമീപത്ത് ചെന്ന് താഴ്മയോടെ ചോദിച്ചു: മഹാനവറുകളെ, അങ്ങ് രോഗശയ്യയിലാണ്. ജന്മം അല്ലാഹു തന്നു, അതുകൊണ്ട് തന്നെ മരണം അവന്റെ സഹയാത്രികനാണ്. ആര് എപ്പോൾ മരിക്കുമെന്ന് ആർക്കും തിരിച്ചറിവില്ല. സാധുവായി എനിക്ക് മുമ്പാണ് അങ്ങ് വഫാത്താകുന്നതെങ്കിൽ ഇനിയും ഞാൻ ദുരിതത്തിലേക്ക് വഴുതി വീഴും. ഇത് കേട്ട് മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ബീവി, ഒന്നും ഭയപ്പെടേണ്ട. നിനക്ക് ജീവിക്കാനുള്ള വക എന്റെ കബറിടത്തിൽ നിന്ന് ലഭിക്കും. അപ്രതീക്ഷിതമായ മറുപടി കേട്ട് ബീവി വിങ്ങിപ്പൊട്ടി. വിഷമം കലാം കേട്ട് ബീവിയാൽ വന്നു പെട്ട് വിങ്ങി വരുത്തപ്പെട്ട് കണ്ണുകൾ നിറവായി. വിഷമം കലാം കേട്ട് ബീവിയാൽ വന്നു പെട്ട് വിങ്ങി വരുത്തപ്പെട്ട് കണ്ണുകൾ നിറവായി. ചോദിക്കാതെ ഇരുന്നാൽ നന്നായിരുന്നു എന്ന് ഖേദം കൽബിന്റെ ഉള്ളിൽ ഏറെ വന്നണവായി. ചോദിക്കാതെ ഇരുന്നാൽ നന്നായിരുന്നു എന്ന് ഖേദം കൽബിന്റെ ഉള്ളിൽ ഏറെ വന്നണവായി. വന്നു തങ്ങൾക്ക് മൗത്ത്, പിന്നെ കാണുന്നു ഹക്ക്. പൂമാൻ പറഞ്ഞ വാക്ക് വന്ന് പുലരുകയായി. വിഷമം കലാം കേട്ട് ബീവിയാൽ വന്ന് പെട്ട് വിങ്ങി വരുത്തപ്പെട്ട്
ഊത്തപ്പെട്ട് കണ്ണുകൾ നിറവായി വിഷമം കലാം കേട്ട് ബീവിയാൾ വന്ന് പേട്ട് വിങ്ങി വരുത്തപ്പെട്ട് കണ്ണുകൾ നിറവായി. അതെ, നമ്മുടെ കഥാപുരുഷന് കുഞ്ഞുങ്ങളൊന്നും ജനിക്കാത്തതിന്റെ പേരിൽ മഹാനവറുകളുടെ തലമുറ കൈമാറാൻ ആരുമുണ്ടായില്ല. മഹാനവറുകൾ വിവാഹം കഴിച്ചതിന് ശേഷം സ്ഥിരതാമസം ആളകത്തായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ കുടുംബങ്ങൾ ഇന്നും ആളകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളാൾ ഉറുസിന് പാകം ചെയ്യുന്ന ഭക്ഷണം ആദ്യം എത്തിക്കുന്നത് ആ കുടുംബങ്ങൾക്കാണ്. ഭാര്യ കുടുംബങ്ങൾ കേളകം ദേശത്ത് ബഹുമതിയാലിന്നും വാഴുന്നു റാഹത്ത്. സൗന്ദര്യ പൂവിൻ്റെ മേന്മ പറയാന് സൗഭാഗ്യം ചിന്തിച്ചു ആ കുടുംബത്തിനായി. ഭാര്യ കുടുംബങ്ങൾ കേളകം ദേശത്ത് ബഹുമതിയാലിന്നും വാഴുന്നു റാഹത്ത്. സൗന്ദര്യ പൂവിൻ്റെ മേന്മ പറയാന് സൗഭാഗ്യം ചിന്തിച്ചു ആ കുടുംബത്തിനായി. സയ്യിദവറുകളെ കശ്ഫ് കറാമ ശാശ്വതമാമില യൗമിൽ കിയാമ സ്നേഹനിധി ഇരുനയന കുളിർമ. സയ്യിദവറുകളെ കശ്ഫ് കറാമ ശാശ്വതമാമില യൗമിൽ കിയാമ സ്നേഹനിധി ഇരുനയന കുളിർമ. കുളിർമക്കനി എൻ്റെ കൽബിന്നലങ്കാരം കരളിൽ വിഷാദത്തിലേകും പരിഹാരം. കുളിർമക്കനി എൻ്റെ കൽബിന്നലങ്കാരം കരളിൽ വിഷാദത്തിലേകും പരിഹാരം. ഭാര്യ കുടുംബങ്ങൾ കേളകം ദേശത്ത് ബഹുമതിയാലിന്നും വാഴുന്നു റാഹത്ത്. സൗന്ദര്യ പൂവിൻ്റെ മേന്മ പറയാന് സൗഭാഗ്യം ചിന്തിച്ചു ആ കുടുംബത്തിനായി. അതെ, സെയ്ദ് അവരുടെ വഫാത്തിന്റെ തീയതിയൊന്നും രേഖപ്പെടുത്തി കാണുന്നില്ല. അവരുടെ വഫാത്തിന് ശേഷവും കറാമത്തുകൾ ധാരാളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1945 സെയ്ദ് അവരുടെ ഉറുസിന്റെ സമയമായി. പക്ഷേ കൊടും വരൾച്ച. മനുഷ്യനും മൃഗങ്ങളും ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി പരക്കം പായുകയാണ്. കിണറുകളും കുളങ്ങളും വറ്റി വരണ്ട് കിടക്കുന്ന ഈ സമയത്ത് നാം എങ്ങനെ ഉറുസ് നടത്തും? ആ നാട്ടുകാർ ഒരു തീരുമാനത്തിലെത്തി. മഹാനവറുകളുടെ ദർഗയിൽ ചെന്ന് നമുക്ക് സങ്കടം പറയാം. അവരുടെ ഹക്ക് കൊണ്ട് വെള്ളത്തിനുള്ള വഴി കാണും. തെളിഞ്ഞു നിൽക്കുന്ന ആകാശത്ത് കാർമേഘങ്ങൾ അടിഞ്ഞുകൂടി മഴ വർഷിച്ചെങ്കിലോ? ഏതായാലും അവരെല്ലാവരും ദുആ ചെയ്യുവാൻ വേണ്ടി അതാ ദർഗാ ഷെരീഫിലേക്ക് അതബോട് ചെല്ലുന്നു. കൊടുമാ വരൾച്ച മാറാൻ ദർഗാ ഷരീഫിങ്കൽ. കൊടുമാ വരൾച്ച മാറാൻ ദർഗാ ഷരീഫിങ്കൽ. ദർഗാ ഷരീഫിൽ ചെന്നവരും കൈനീട്ടിരക്കുകയായി. എന്നധിപതിയായോനേ ഇവരാൽ കൊതി നിറവേറ്റിടണേ. എന്നധിപതിയായോനേ ഇവരാൽ കൊതി നിറവേറ്റിടണേ. കൊടുമാ വരൾച്ച മാറാൻ ദർഗാ ഷരീഫിങ്കൽ. കൊടുമാ വരൾച്ച മാറാൻ ദർഗാ ഷരീഫിങ്കൽ. ദർഗാ ഷരീഫിൽ ചെന്നവരും കൈനീട്ടിരക്കുകയായി. എന്നധിപതിയായോനേ ഇവരാൽ കൊതി നിറവേറ്റിടണേ.
എന്നധിപതിയായോനേ ഇവരാൽ കൊതി നിറവേറ്റിടണേ. ആ കണ്ടു ജലം ബിഇറിലെ ആ അത്ഭുതമായി ഇൻസാനിലെ ആ കണ്ടു ജലം ബിഇറിലെ ആ അത്ഭുതമായി ഇൻസാനിലെ ഇത് പൂവിനുള്ളൊരു കഴിവാണ് ഈ തേടിയ കാരണം കൊണ്ടാണ് അവരെല്ലാരും ദുആയോതി കൊതി തീർന്നതിനാൽ കുളിരോടി അവരെല്ലാരും ദുആയോതി കൊതി തീർന്നതിനാൽ കുളിരോടി ശാന്തി സമാധാനം തരുമെന്റെ ജീവിത ഭാഗ്യമിതോ എന്നധിപതിയായോനേ ഇവരാൽ കൊതി നിറവേറ്റിടണേ. എന്നധിപതിയായോനേ ഇവരാൽ കൊതി നിറവേറ്റിടണേ. കൊടുമ വരൾച്ച മാറാൻ ദർഗ ശരീഫിങ്കൽ കൊടുമ വരൾച്ച മാറാൻ ദർഗ ശരീഫിങ്കൽ ദർഗ ശരീഫിൽ ചെന്നവരും കൈനീട്ടിരക്കുകയാൽ എന്നധിപതിയായോനേ ഇവരാൽ കൊതി നിറവേറ്റിടണേ. എന്നധിപതിയായോനേ ഇവരാൽ കൊതി നിറവേറ്റിടണേ. ഉള്ളാളം ദർഗാ ഷെരീഫിൽ ഉറൂസിന്റെ ആവശ്യങ്ങൾക്കും മറ്റും വെള്ളത്തിനു വേണ്ടി ഒരു കൂട്ടു പ്രാർത്ഥന നടക്കുകയാണ്. ഈ സമയം അങ്ങ് അകലെ നിന്ന് ഇടിവെട്ടു പോലെ ഒരു ശബ്ദം അവരുടെ ശ്രവണപുടങ്ങളിൽ വന്നലച്ചു. എന്താണ് നാം അസാധാരണമായൊരു ശബ്ദം കേട്ടത്? എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തെ കൂടി അതൊരു കിണറിൽ നിന്നാണെന്ന് അവർക്ക് മനസ്സിലായി. മാത്രമല്ല വറ്റി വരണ്ട് കിടക്കുന്ന ആ കിണറ്റിനുള്ളിൽ ഇളനീർ പോലെയുള്ള ശുദ്ധജല പ്രവാഹം കണ്ട് ജനങ്ങൾ അമ്പരന്ന് നിന്നുപോയി. മഹാനവറുകളുടെ സമീപം ചെന്ന് സങ്കടം ബോധിപ്പിച്ചതിന്റെ ഫലമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത കറാമത്തുകൾ അവിടെ കാണും. മറ്റൊരു ദിവസം ആൽബർട്ട് എന്ന ക്രിസ്ത്യൻ യുവാവ് ദർഗാ ഷെരീഫിന് വറ്റുവാശി ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഈ സമയം അദ്ദേഹത്തിനൊരു തോന്നൽ, എന്റെ ഭാര്യയുടെ വിലപിടിപ്പുള്ള സ്വർണമാല കാണാതായിട്ട് 2 വർഷം കഴിഞ്ഞു. അത് കിട്ടുകയാണെങ്കിൽ ഈ ദർഗയിലേക്ക് നല്ലൊരു നേർച്ച കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു സംഖ്യയും നേർന്നു. അങ്ങനെ 3-ാം ദിവസം അദ്ദേഹം മംഗലാപുരം ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയാണ്. ഈ സമയം ആൽബർട്ട് മൗക്കിഫിൽ ബസ് കാത്ത് അതാ നിൽക്കുന്നേ. ആളുകൾക്കിടയിലെന്നൊരു നിസ കടന്നു വന്നേ. ആൽബർട്ട് മൗക്കിഫിൽ ബസ് കാത്ത് അതാ നിൽക്കുന്നേ. ആളുകൾക്കിടയിലെന്നൊരു നിസ കടന്നു വന്നേ. വന്നവൾ ശബാബിന്റെ മുന്നിലടുത്ത് നിന്നത അവളൊരു വാഹനം കാത്ത് മിന്നിടും മാലയുമാലെ കഴുത്ത്. വന്നവൾ ശബാബിന്റെ മുന്നിലടുത്ത് നിന്നത അവളൊരു വാഹനം കാത്ത് മിന്നിടും മാലയുമാലെ കഴുത്ത്. കാഴുത്തിലന്നൊളി വെട്ടിത്തിളങ്ങുന്ന പതക്കം കണ്ടേ. കൈയോടെ പിടികുടി അവകാശം ശബാബും വിണ്ടേ. കഴുത്തിലന്നൊളി വെട്ടിത്തിളങ്ങുന്ന പതക്കം കണ്ടേ. കൈയോടെ പിടികുടി അവകാശം ശബാബും വിണ്ടേ. ആൽബർട്ട് മൗക്കിഫിൽ ബസ് കാത്ത് അതാ നിൽക്കുന്നേ. ആളുകൾക്കിടയിലെന്തൊരു നിസ കടന്നു വന്നേ. ആൽബർട്ട് മൗക്കിഫിൽ ബസ് കാത്ത് അതാ നിൽക്കുന്നേ. ആളുകൾക്കിടയിലെന്തൊരു നിസ കടന്നു വന്നേ.
ആൽബർട്ട് മംഗലാപുരം ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ആ അത്ഭുതമുണ്ടായത്. ഒരു സ്ത്രീ അദ്ദേഹത്തിന് മുന്നിൽ വന്നു നിന്നു. യാദൃശ്ചികമായി അവളുടെ കഴുത്തിലേക്ക് ആൽബർട്ടിന്റെ കണ്ണുകൾ പാഞ്ഞു. അതാ മിന്നുന്നൊരു മാല. അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. എന്റെ ഭാര്യയുടെ അതേ മാല തന്നെ, സംശയമില്ല. അദ്ദേഹം അവളോട് കാര്യം അന്വേഷിച്ചു. കൂടുതൽ അന്വേഷണത്തിലൂടെ മാല മോഷ്ടിച്ചതാണെന്ന് അവൾ സമ്മതിച്ചു. ജനങ്ങൾ ഇടപെട്ടു. മാല ആൽബർട്ടിന് കിട്ടി. മഹാനായ സയ്യിദ് മദനി തങ്ങളുടെ അത്ഭുത സിദ്ധിയാണ് ഇവിടെ കണ്ടതെന്ന് ആൽബർട്ടിന് ബോധ്യമായി. അള്ളാഹുവിന്റെ ആരിഫായ സയ്യിദ് അവர்களுടെ കറാമത്ത് കൊണ്ട് ആത്മനിർവൃതി കൊണ്ടവർ നിരവധിയാണ്. മഹാൻ അവர்களுടെ ബർക്കത്ത് നേടാനും മുറാദുകൾ ഹാസിലാകുവാനും ദർഗാ ഷരീഫിൽ എത്തുന്നവരുടെ എണ്ണം കൂടുകയാണ്. പാശ്ചാത്യ പൗരസ്ത്യ നാടുകളിൽ നിന്ന് പോലും വിദേശികൾ അനുഗ്രഹാശിസ്സുകൾക്കായി ആ പുണ്യ ദർഗയിലെത്തുന്നു. വർഷം തോറും നടത്തി വന്നിരുന്ന ഉറുസ് ജനത്തിരക്ക് മൂലം ഇപ്പോൾ 5 വർഷത്തിലൊരിക്കലാണ് നടത്തുന്നത്. ഇത് നിലവിൽ വന്നത് 1920 മുതലാണ്. 1990-95 ഉറൂസിന് അന്നദാനം കൊടുത്തത് 10 ലക്ഷത്തിലധികം പേർക്കാണ് എന്നാണ് പള്ളി അധികാരികളുടെ ഔദ്യോഗികമായ കണക്ക്. ജനത്തിരക്ക് മൂലം അന്നദാനത്തിന് പങ്കെടുക്കാതെ ദർഗയിൽ വന്നുപോയവരുടെ കണക്ക് ലക്ഷങ്ങൾ വേറെയും വരും. ഭക്തജനങ്ങൾ നിക്ഷേപിക്കുന്ന നേർച്ചയുടെ വരുമാനം കൊണ്ട് പല ദീനി സ്ഥാപനങ്ങളും ഇന്നിവിടെ നടക്കുന്നുണ്ട്. ഉള്ളാൾ സയ്യിദ് മദനി അറബിക് കോളേജ് അവയിലൊന്നാണ്. ദർഗയിലെ വരുമാനം കൊണ്ട് നടത്തപ്പെടുന്ന ദീനി സ്ഥാപനങ്ങൾ പിന്നെയുമുണ്ട്. ടിപ്പു സുൽത്താൻ എലിമെന്ററി ഹൈസ്കൂൾ, ടിപ്പു സുൽത്താൻ ജൂനിയർ കോളേജ്, ടിപ്പു സുൽത്താൻ ഡിഗ്രി കോളേജ്, ലാബ് ടെക്നീഷ്യൻ സെന്റർ, സയ്യിദ് മദനി ഉറുദു ഹയർ എലിമെന്ററി സ്കൂൾ, സയ്യിദ് മദനി ലോവർ പ്രൈമറി സ്കൂൾ, സയ്യിദ് മദനി ഇൻഡസ്ട്രിയൽ പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ വേറെയും സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. ഇനിയും പല നല്ല ഉദ്ദേശങ്ങളും കമ്മിറ്റിക്കുണ്ട്. മഹാനായ സയ്യിദ് മദനി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അവിടെ ഭംഗിയായി നടക്കുന്നു. ഒരു കാലത്ത് ആരാലും അറിയപ്പെടാതെ കിടന്നിരുന്ന ഉള്ളാൾ എന്ന കുഗ്രാമം ഇന്ന് ലോക പ്രശസ്തി ആർജിച്ചു കഴിഞ്ഞു. ചൊരിയുന്ന നാഥന്റെ അപാരമാം റഹ്മത്ത് വിടരുന്നു മണ്ണിൽ ശാന്തി തൻ മലർ മൊട്ട് ഉള്ളാളം ദർഗ ശരീഫിൽ വാഴും മണിമുത്ത് സയ്യിദ് മദനി കൽബിന്റെ സീനത്ത്. ഉള്ളാളം ദർഗാ ഷെരീഫിന്റെ പുരോഗതിക്കും ചിട്ടയുള്ള കമ്മിറ്റിക്കും നേതൃത്വം നൽകുന്നത് താജുൽ ഉലമ അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളാണ്. കോഴിക്കോടിനടുത്ത് ഫറോക്കിന് അല്പമകലെ കരുവൻ തുരുത്തി എന്ന നാട്ടിലെ പ്രശസ്തമായ തങ്ങൾ കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഉള്ളാളം മക്കാം ഷെരീഫിന്റെ അഭിവൃദ്ധിക്കും അവിടെ കാണുന്ന ദീനി സ്ഥാപനങ്ങളുടെ പുരോഗതിക്കും കാരണം താജുൽ ഉലമ ഉള്ളാളം തങ്ങളാണ്. 1951 ഉള്ളാളം ജുമുഅത്ത് പള്ളിയിൽ മുദരിസായി സേവനമനുഷ്ഠിക്കാൻ വേണ്ടിയാണ് തങ്ങൾ അവറുകൾ കോഴിക്കോട്ട് നിന്ന് ഉള്ളാളത്തെത്തുന്നത്. ഈ സമാഗമനം ഉള്ളാളത്തിന്റെ ദീനി പുരോഗതിക്കുള്ള മറ്റൊരു ചുവടുവെപ്പായി മാറുകയായിരുന്നു. 21 വർഷത്തോളം അദ്ദേഹം ഉള്ളാളം പള്ളിയിൽ മുദരിസായി നിന്നു. പിന്നീട് അവിടെ അറബിക് കോളേജ് വന്നപ്പോൾ അതിൽ പ്രിൻസിപ്പാളായി. മഹാനവറുകൾ ഇന്ന് താജുൽ ഉലമ ഉള്ളാളം തങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തങ്ങൾ അവറുകളുടെ പരിലാളനയേറ്റ് ഇന്ന് ഉള്ളാൾ ദർഗാ ഷെരീഫും മറ്റു ദീനി സ്ഥാപനങ്ങളും പുരോഗതിയിലേക്ക് മുന്നേറുകയാണ്. ഉള്ളാളക്കാരായ വൃദ്ധന്മാർ പറയുന്ന ഒരു വാചകമുണ്ട്. ഉള്ളാളത്തിന്റെ മുഖച്ഛായ മാറ്റിയെടുത്തത് 2 തങ്ങന്മാരാണെന്ന് അവർ പറയുന്നു. ഒന്ന് വഫാത്തായ സയ്യിദ് മദനി തങ്ങളും മറ്റൊന്ന് ഹയാത്തുള്ള താജുൽ ഉലമ അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ എന്ന ഉള്ളാളം തങ്ങളും. നാട്യങ്ങളില്ലാത്ത കളങ്കങ്ങളെഷാത്ത മഹബൂബ് സയ്യിദല്ലേ, പൂവ് ഉള്ളാളം തങ്ങളല്ലേ. അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ദീനിന്റെ ദീപമല്ലേ, എൻ്റെ ജീവന്റെ ജീവനല്ലേ. നാട്യങ്ങളില്ലാത്ത കളങ്കങ്ങളെഷാത്ത താജുൽ ഉലമയല്ലേ,
പൂവ് ഉള്ളാളം തങ്ങളല്ലേ. അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ദീനിന്റെ ദീപമല്ലേ, എൻ്റെ ജീവന്റെ ജീവനല്ലേ. കാലങ്ങളിന്നോളം ദീനിനെ സേവിച്ച് കാപട്യമില്ലാതെ ജനതയെ നയിച്ച്, കാലങ്ങളിന്നോളം ദീനിനെ സേവിച്ച് കാപട്യമില്ലാതെ ജനതയെ നയിച്ച്, ഉത്തമ സമുദായം ഹൈറിൽ കുളിച്ച്, ഉത്തമ സമുദായം ഹൈറിൽ കുളിച്ച് എല്ലാവർക്കും ആദരവായി ഉള്ളാൾ നാട്ടിനും അഭിമാനമായി. നാട്യങ്ങളില്ലാത്ത കളങ്കങ്ങളെ ശാത്ത മഹബൂബ് സയ്യിദല്ലേ, പൂവ് ഉള്ളാളം തങ്ങളല്ലേ. അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ദീനിന്റെ ദീപമല്ലേ, എൻ്റെ ജീവന്റെ ജീവനല്ലേ. നാട്യങ്ങളില്ലാത്ത കളങ്കങ്ങളെ ശാത്ത മഹബൂബ് സയ്യിദല്ലേ, പൂവ് ഉള്ളാളം തങ്ങളല്ലേ. അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ദീനിന്റെ ദീപമല്ലേ, എൻ്റെ ജീവന്റെ ജീവനല്ലേ. പൂവ് താജുൽ ഉലമയല്ലേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തനുസരിച്ച് മാതൃകാ ജീവിതം നയിച്ച ഉള്ളാൾ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രത്തിലെ ഒരല്പഭാഗം മാത്രമാണ് ഞങ്ങളിവിടെ അവതരിപ്പിച്ചത്. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിതം ചിലവഴിച്ച ആ പുണ്യപുരുഷന്റെ മഹത്വം അളന്ന് കണക്കാക്കുവാൻ സാധ്യമല്ല. അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇരു വീട്ടിലും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇവിടെ ചുരുക്കുന്നു. ಸೈಯದ್ ಮೊಹಮ್ಮದ್ ಶರೀಫುಲ್ ಮದನಿ ರವರ 5 ವರ್ಷಕ್ಕೊಮ್ಮೆ ನಡೆಯುವ 18ನೇ ಉರೂಸ್ ಸಮಾರಂಭದ ಪ್ರಯುಕ್ತ ಸ್ಟಾರ್ ಮ್ಯೂಸಿಕ್ ಕ್ಯಾಲಿಕಟ್ ಏರ್ಪಡಿಸುವ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತಿಸುತ್ತಿದ್ದೇನೆ. ಭಾರತದಲ್ಲಿ ಪ್ರಖ್ಯಾತಿ ಹೊಂದಿದ ದರ್ಗಾಗಳ ಪೈಕಿ ದಕ್ಷಿಣ ಭಾರತದ ಅಜ್ಮೇರ್ ಎಂದೇ ಪ್ರಖ್ಯಾತಿ ಹೊಂದಿದ ಮದನಿ ತಂಗಳರವರ ದರ್ಗಾ ಅಥವಾ ಉಳ್ಳಾಲ್ ದರ್ಗಾ ಜಾತಿ ಮತ ಭೇದವನ್ನು ಭೇದಿಸಿ ಜನಮನಸ್ಸಿನಲ್ಲಿ ಇಷ್ಟೊಂದು ಸಾನ್ನಿಧ್ಯವನ್ನು ಪಡೆಯಲು ಯಾವೊಂದು ಕಾರಣ ಇದೆ ಅಂತ ಹೇಳ್ತೀರಾ? ಭಾರತ ದೇಶದಲ್ಲಿ ಹಲವು ದರ್ಗಾಗಳಿವೆ. ಅಜ್ಮೀರ್, ಮುತ್ತುಪೇಟೆ, ನಾಗೂರು, ಏರ್ವಾಡಿ ಹಲವು ದರ್ಗಾಗಳಿವೆ. ಈ ದರ್ಗಾ ಎಲ್ಲ ಅವರ ಪಾರಂಪರ್ಯ ಅದರಲ್ಲಿ ನಡ್ಕೊಂಡು ಬರೋದು. ಅವರ ಮಕ್ಕಳಾಗಿ ಅದರ ಬರುವಂಥ ಎಲ್ಲ ಅದು ಎಲ್ಲ ಅವರಿಗೆ. ಇದು ಆಗಲ್ಲ. ಇದು ಒಂದು ಕಮಿಟಿ, 40 ಕಮಿಟಿ ಇದೆ. ಇದರಲ್ಲಿ ಬರುವಂಥದ್ದೆಲ್ಲ ಮಸೀದಿ, ಮದ್ರಸಾ, ಹೆಣ್ಮಕ್ಕಳ ಮದುವೆ, ಮತ್ತು ಯಾರಿಗೆ ಹಾಸ್ಪಿಟಲು, ITI, ಫ್ರೀ ಯೂನಿವರ್ಸಿಟಿ ಕಾಲೇಜು, ಮತ್ತು ಹೊಲಿಗೆ ತರಬೇತಿ, ಮತ್ತು ಇಂಗ್ಲೀಷ್ ಮೀಡಿಯಂ ಸ್ಕೂಲು, ಇಂಥ ಹಲವು ರೀತಿಯ ಮಕ್ಕಳಿಗೆ ಉಪಕಾರ ಮಾಡುವಂಥ ಯಾವುದೆಲ್ಲ ಕಾರ್ಯಕ್ರಮ ಇದೆ ಎಲ್ಲದಕ್ಕೂ ಈ ಹಣ ಹಂಚಿ ಹೋಗಿ ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಅಭಿವೃದ್ಧಿ ಆಗುತ್ತಾ ಬಂದ ಕಾರಣ ಇದು ಎಲ್ಲರಿಗೂ ಒಂದು ಸಂತೋಷ, ಒಂದು ಪ್ರೀತಿ. ಅದು ಅಭಿವೃದ್ಧಿ ಆಗುತ್ತಾ ಬಂದ ತಂಗಳವರು ಬರುವ ಅಂತ ಆ ಹಣ ನಾವು ಯಾವುದಕ್ಕೆಲ್ಲ ಉಪಯೋಗ ಮಾಡ್ತೇವೆ ಅದು ಮತ್ತು ಹೆಚ್ಚಾಗಿ ಬರೋದಲ್ಲದೆ ಯಾವ ಕೊರತೆ ತಂಗಳ ಬರ್ಕತ್ತಿನೆಲ್ಲ ಕಮ್ಮಿ ಇಲ್ಲ. ಆ ಹಣ ನಾವು ಯಾವುದಕ್ಕೆಲ್ಲ ಉಪಯೋಗ ಮಾಡ್ತೇವೆ ಅದು ಡೆವಲಪ್ ಆಗಿಯೇ ಹೋಗಿದಲ್ಲದೆ ಯಾವ ಒಂದು ಕೊರತೆ ಬರಲಿಲ್ಲ. ಅದಕ್ಕೆ ಮಾರ್ಗದರ್ಶನ ನಮ್ಮ ಕಾಜಿ ಅವರಾದ ಸೈಯದ್ ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಕುಂಜಿಕೋಯ ತಂಗಲ್ ಅವರ ಮಾರ್ಗದರ್ಶನದಲ್ಲಿ ಸಾಧಾರಣ ಒಂದು 55-60 ವರ್ಷ ಅವರ ಸೇವೆ ಇಲ್ಲಿ ನಡೀತಾ ಇದೆ. ನಮ್ಮದು 40 ವರ್ಷದಿಂದ ನಮ್ಮ ಸೇವೆ ನಡೀತಾ ಇದೆ. ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ದೀನಿ ಅಭಿಪ್ರಾಯದಲ್ಲಿ ಒಂದು ಹೆಸರುವಾಸಿ ಆಗೋದಕ್ಕೆ ಕಾರಣ ಅದೇ.
ಎಲ್ಲರಿಗೂ ಸಮಾಧಾನ. ಆ ಕಾರಣ ಆದಷ್ಟು ಎಲ್ಲರಿಗೂ ಇದರ ಮೇಲೆ ಪ್ರೀತಿ. ಅವರು ಮದೀನಾ ಪಟ್ಟಣದಿಂದ ತನ್ನ ಒಂದು ತುಂಡು ಬಟ್ಟೆಯನ್ನು ಅರಬ್ಬಿ ಸಮುದ್ರದಲ್ಲಿ ಹಾಕಿ ಅದರ ಮೇಲೆ ಬಂದು ಉಲ್ಲಾಲಕ್ಕೆ ಸೇರಿದವರು. ಸಮುದ್ರದಲ್ಲಿ ಅವರ ಚರಿತ್ರೆಯಲ್ಲೇ ಇದೆ ಅಂಥ ಒಂದು ಭಕ್ತಿ ಇಂಥವರು. ಅವರ ಭಕ್ತಿಯಿಂದಲೇ ದೇವರು ಕೊಟ್ಟಂಥ ಅವರಿಗೆ ಈ ಶಕ್ತಿ. ಭಕ್ತಿ ಎಷ್ಟು ದೇವರ ಮೇಲೆ ಅವರು ಮಾಡಿದಾರ ಅದಕ್ಕೆ ಸಿಕ್ಕಿದಂಥ ಒಂದು ಶಕ್ತಿ, ಅದು ಮರಣಕ್ಕೆ ಮುಂಚೆ ಮರಣ ನಂತರವೂ ಅದು ಸಾಧಾರಣ ಯಾವುದಕ್ಕೂ ಒಂದು ಕಡಿಮೆ ಇಲ್ಲದ ಹಾಗೆ ಇಷ್ಟುವರೆಗೆ ದೇವರ ದಯೆ ನಡ್ತಾ ಇದ್ದೇವೆ. ಉರೂಸ್ ಸಮಾರಂಭ ಎಂದಾಗ ಸಾಧಾರಣವಾಗಿ ಅದೊಂದು ಜಾತ್ರೆಯನ್ನು ಎಂಬಂತೆ ಕೆಲವು ಬಾಹ್ಯ ಕುಶಕ್ತಿಗಳು ಅನಿಸ್ಲಾಮಿಕವಾದ ಚಟುವಟಿಕೆಗಳಿಗೆ ಅತ್ಯಂತ ಹೆಚ್ಚು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಈ ವರ್ಷದ ಮಟ್ಟಿಗೆ ಹೇಳುವುದಿದ್ದರೆ ಈ ಬಾರಿಯ ಉರೂಸ್ ಸಮಾರಂಭವನ್ನು ನೋಡುವಾಗ ಅನಿಸ್ಲಾಮಿಕ ಚಟುವಟಿಕೆಗಳನ್ನೆಲ್ಲವನ್ನು ಆ ಕಡೆಗೆ ಬದಿಗಿಟ್ಟು ಕೇವಲ ಇಸ್ಲಾಮಿ ಚೌಕಟ್ಟಿನಲ್ಲಿ ಹೋಗಲು ನೀವು ಯಶಸ್ವಿಯಾಗಿದ್ದೀರಿ. ಇದನ್ನು ನೋಡುವಾಗ ಗೊತ್ತಾಗುತ್ತೆ. ಈ ಒಂದು ದಾರಿಯಲ್ಲಿ, ಈ ಒಂದು ಇಸ್ಲಾಮಿಕವಾದ ದಾರಿಯಲ್ಲಿ ನಡೆಸಿಕೊಂಡು ಹೋಗಲು, ಅನಿಸ್ಲಾಮಿಕವಾದ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ದೂರವಿಡಲು ನೀವು ಎಂತೆಂತಹ ಹೋರಾಟಗಳನ್ನು ನಡೆಸಬೇಕಾಗಿ ಬಂತು. ಈ ದಾರಿಯಲ್ಲಿ ನಿಮಗೆ ಬಂದಂತಹ ಕಷ್ಟಗಳು ಯಾವುದಂತ ಹೇಳಬಹುದಾ? ಒಂದು ಸ್ಪಷ್ಟೀಕರಣ, ಹಿಂದೆ ಕೂಡ ಈ ದರ್ಗಾ ಪರಿಸರದಲ್ಲಾಗಲಿ ನಾವು ನಡೆಸ್ತಿರುವಂಥ ಯಾವುದೇ ಕಾರ್ಯಚಟುವಟಿಕೆಗಳಾಗಲಿ ಅನಿಸ್ಲಾಮಿ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ನಾವು ಹಮ್ಮಿಕೊಳ್ತಾ ಇರಲಿಲ್ಲ. ಇದು ಸಂಪೂರ್ಣವಾಗಿ ಆದಿಯಿಂದಲೂ ಇವತ್ತಿನ ತನಕ ಇಲ್ಲಿ ಒಂದು ಇಸ್ಲಾಮಿ ಶಿಷ್ಟಾಚಾರದಲ್ಲೇ ಕಾರ್ಯಕ್ರಮಗಳು ನಮ್ಮ ಕಾಜಿಯವರಾದಂಥ ಸೈಯದ್ ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಕುಂಜಿಕೋಯ ತಂಗಲ್ರವರ ನೇತೃತ್ವದಲ್ಲಿ ಅಂದಿನಿಂದ ಇಂದಿನ ತನಕ ನಡೀತಾ ಇದೆ. ಮತ್ತು ಜನಸಾಗರ ಸೇರುವಲ್ಲಿ ಇದೊಂದು ಲೌಕಿಕ ಪ್ರಪಂಚ. ಜನಸಾಗರ ಸೇರುವಲ್ಲಿ ಲಾಭಕೋರ ಜನರು ಎಲ್ಲ ಕಡೆ ಇರ್ತಾರೆ. ಅದು ಜಾತ್ರೆ ಇರಲಿ, ಉರೂಸ್ ಇರಲಿ, ಸಂತೆ ಇರಲಿ, ಪ್ರತಿಯೊಬ್ಬರು ಬಂದು ಅಲ್ಲಿ ಅವರ ಲಾಭದ ವ್ಯವಹಾರ ನಡೆಸಲಿಕ್ಕೆ ಪ್ರಯತ್ನ ಪಡ್ತಾರೆ. ಇಲ್ಲಿ ಕೂಡ ಈ ದರ್ಗಾದ ಹೊರಗಡೆ, ಕಾಂಪೌಂಡ್ ಹೊರಗಡೆ ಬೇರೆ ಬೇರೆ ಕಡೆಯಲ್ಲಿ ಅಮ್ಯೂಸ್ಮೆಂಟ್ ಹೆಸರಿನಲ್ಲಿ, ಮನೋರಂಜನೆ ಹೆಸರಿನಲ್ಲಿ ಬೇರೆ ಬೇರೆ ಕಾರ್ಯಚಟುವಟಿಕೆ ನಡೀತಾ ಇತ್ತು. ಅದಕ್ಕೆಲ್ಲ ರಾಜ್ಯ ಸರ್ಕಾರದ ಮೇಲೆ ಮುಖ್ಯಮಂತ್ರಿಗಳು ಮತ್ತು ನಮ್ಮ ಜಿಲ್ಲಾಧಿಕಾರಿಗಳು, ಡಿಸ್ಟ್ರಿಕ್ಟ್ SP ಅವರಿಗೂ ನಾವು ಮೊದಲೇ ಈ ವಿಚಾರವನ್ನು ಮನದಟ್ಟು ಮಾಡಿಕೊಂಡಿದ್ದೇವೆ. ಈ ದರ್ಗಾ ಪರಿಸರದಿಂದ 1 ಕಿಲೋಮೀಟರ್ ಸುತ್ತಳತೆಯಲ್ಲಿ ನಮ್ಮ ಅನುಮತಿ ಇಲ್ಲದೆ ಯಾವುದೇ ಮನೋರಂಜನೆಯ ಕಾರ್ಯಕ್ರಮ ಆಗಲಿ ಅಥವಾ ಬೇರೆ ಇನ್ನಿತರ ಯಾವುದೇ ಚಟುವಟಿಕೆಗಳಿಗೆ ಆಸ್ಪದ ಕೊಡಬಾರದು. ಒಂದೊಂದು ಈ ರಾಷ್ಟ್ರದ ಕೋಟ್ಯಾಂತರ ಜನರ ಒಂದು ಶ್ರದ್ಧಾ ಕೇಂದ್ರ. ನಮ್ಮ ಧಾರ್ಮಿಕ ನಂಬಿಕೆಗೆ ವಿರುದ್ಧವಾಗಿ ಈ ಕಾರ್ಯಚಟುವಟಿಕೆ ಇರಬಾರದು ಎಂಬ ಆಗ್ರಹವನ್ನು ಈ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಗಳಿಗೆ ನಾವು ಪ್ರಥಮವಾಗಿ ಅದನ್ನು ಅವರಿಗೆ ಅರಿಕೆ ಮಾಡಿದ್ದೇವೆ. ಅದರ ಹಾಗೆ ಅವರು ಇನ್ಸ್ಟ್ರಕ್ಷನ್ DC ಕಳಿಸಿದ್ದಾರೆ, SP ಕಳಿಸಿದ್ದಾರೆ, ಲೋಕಲ್ ನಗರ ಪಂಚಾಯತಿಗೂ ಅವರು ಸೂಚನೆ ಕೊಟ್ಟಿದ್ದಾರೆ, ಇಲ್ಲಿಯ ಸ್ಟೇಷನ್ಗಳಿಗೂ ಸೂಚನೆ ಕೊಟ್ಟಿದ್ದಾರೆ. ಯಾವುದೇ NOC ಕೊಡಬಾರ್ದು, ಅದಕ್ಕೆ ಪರ್ಮಿಷನ್ ಕೊಡಬಾರ್ದು ಅಂತೇಳಿ. ನಾವೆಲ್ಲ ಈ ವಿಚಾರಗಳಿಗಾಗಿ ಉಳ್ಳಾಳದ ಜನತೆ ಮತ್ತು ಸಮಸ್ತ ಮುಸಲ್ಮಾನರು ಅವರಿಗೆ ನಾವು ಕೃತಜ್ಞರಾಗಿದ್ದೇವೆ. ಪ್ರಥಮತ ಒಂದು ಹೇಳಬೇಕಿದ್ರೆ ನಾವು ಅಷ್ಟೇ ಕೆಲಸ ಮಾಡಿದ್ದೇವೆ. ಅಂದರೆ ನಮ್ಮ ಕಮಿಟ್ಮೆಂಟ್ ಏನಿತ್ತ ಆ ಕಮಿಟ್ಮೆಂಟ್ಗೆ ಬದ್ಧವಾಗಿ ನಾವು ಕಾರ್ಯಚಟುವಟಿಕೆ ಮಾಡಿಸಿದ್ದೇವೆ. ನಾವು ಅದರಲ್ಲಿ ಯಶಸ್ವಿಯಾಗಿದ್ದೇವೆ. ನಮಗೆ ಇದಕ್ಕೆಲ್ಲರೂ ಅವರಿಗೆ ಸಹಾಯ ಮಾಡಿದ್ದಾರೆ. ಮುಸ್ಲಿಂ ಜಗತ್ತಿನ ಅನಿಷೇಧ್ಯ ಆಧ್ಯಾತ್ಮಿಕ ರಾಜಧಾನಿ ಮದೀನಾವನ್ನು ಕೇಂದ್ರವಾಗಿಟ್ಟು ವಿಶ್ವವಿಡೀ ಇಸ್ಲಾಮಿ ಅಭಿಯಾನ ನಡೆಯುತ್ತಿದ್ದ ಆ ಕಾಲ, ವಿಶ್ವಕ್ಕೆ ಮಾನವೀಯತೆಯ ಪ್ರಾತ್ಯಕ್ಷಿಕವಾಗಿ ತೋರಿಸಿಕೊಟ್ಟ ಲಕ್ಷಾನುಗಟ್ಟಲೆ ಪ್ರವಾದಿ ಅನುಚರರು ಅವರ ಹಿಂದಿದ್ದರು. ಅವರಲ್ಲೊಬ್ಬರಾದ ಸಯ್ಯದ್ ಮೊಹಮ್ಮದ್ ಶರೀಫ್ ಅಲ್ ಮದನಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಪ್ರವಿಶಾಲ ಅರಬ್ಬಿ ಸಮುದ್ರಕ್ಕೆ ಕೇವಲ ಒಂದು ಜಮಖಾನೆಯನ್ನು ಹಾಸಿ ಪ್ರಯಾಣ ಬೆಳೆಸಿದವರಿಗೆ ಉಳ್ಳಾಳ ಗಮ್ಯವಾಗಿತ್ತು. ಅದೇ ಮಸುಕಾಗುತ್ತಿದೆ, ಅಸ್ಪಷ್ಟವಾಗುತ್ತಿದೆ, ನಾಪತ್ತೆಯಾಗುತ್ತಿದೆ ಈಮಾನ್. ಆದರೂ ತಾವು ಮರೆಯಾಗಿ 106 ವರ್ಷಗಳ ನಂತರವೂ ಇಡೀ ಮುಸ್ಲಿಂ ಜಗತ್ತಿಗೆ ಆಧ್ಯಾತ್ಮಿಕತೆಯ ಭತ್ತದ ಹೊರತೆಗಳಾಗಿ ಪ್ರಸ್ತುತವಿದ್ದ ದರ್ಗಾಗಳು ದಕ್ಷಿಣ ಭಾರತದ ಮುಸ್ಲಿಮರನ್ನು ನಿಯಂತ್ರಿಸುತ್ತಿದ್ದಾರೆ. ಸಯ್ಯದ್ ಮೊಹಮ್ಮದ್ ಶರೀಫ್ ಅಲ್ ಮದನಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಇಲ್ಲಿಗೆ ಹರಿದು ಬರುತ್ತಿರುವ ಸಾವಿರಾರು ಜನಸಾಗರವನ್ನು ನಿಯಂತ್ರಿಸಲು ಇಲ್ಲೊಂದು ಸಮರ್ಥ ಸಮಿತಿ. ಇವರ ಕ್ರಿಯಾಶೀಲ ಚಿಂತನೆಯ ಫಲವಾಗಿ ಕವಲೊಡೆದ 2 ಕವಲುಗಳು. ಆ ಕವಲುಗಳಡಿಯಲ್ಲಿ ಕಾರ್ಯಾಚರಿಸುತ್ತಾ ಬರುತ್ತಿದೆ 50ಕ್ಕೂ ಹೆಚ್ಚು ಅಂಗಸಂಸ್ಥೆಗಳು, 25ಕ್ಕೂ ಹೆಚ್ಚು ಮಸೀದಿಗಳು, 15ಕ್ಕೂ ಹೆಚ್ಚು ಕಾರ್ಯಕ್ರಮಗಳು. ಸುನ್ನಿ ಜಗತ್ತನ್ನು ತನ್ನ ಅಸಹನೀಯವಾದ ವಾರ್ಧಕ್ಯದ ಮಧ್ಯೆಯೂ ನಿಯಂತ್ರಿಸುತ್ತಿರುವ ಅಖಿಲ ಭಾರತ ಸುನ್ನಿ ಜಮಿಯತುಲ್ ಉಲಮಾ ಅಧ್ಯಕ್ಷರಾದ ನಮ್ಮೆಲ್ಲರ ಆಧ್ಯಾತ್ಮಿಕ ಗುರು ಸಯ್ಯದ್ ಕುಂಜಿಕೋಯ ಅಲ್ ಬುಖಾರಿ ತಂಗಲ್ ಉಳ್ಳಾಲ್
ಸುನ್ನಿ ಜನಸಾಗರಕ್ಕೆ ಇನ್ನೂ ತುಂಬಾ ವರ್ಷ ಸಮರ್ಥ ನಾಯಕತ್ವ ನೀಡಲು ಅಲ್ಲಾಹು ಅವರಿಗೆ ತೌಫೀಕ್ ನೀಡಲಿ. ಹಾಗೂ ಅವರ ಸಮರ್ಥ ನಾಯಕತ್ವದೊಡಿ ನಮಗೂ ಕಾರ್ಯಾಚರಿಸಲು ಅಲ್ಲಾಹು ನಮಗೂ ತೌಫೀಕ್ ನೀಡಲಿ. ಆಮೀನ್ ಯಾ ರಬ್ಬಲ್ ಆಲಮೀನ್.